कोटि सूर्य समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सर्वकार्येषु सर्वदा. ഹലോ രവി, എനിക്ക് നല്ല പേടിയുണ്ട് രവി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പകലായതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല. രവി റെയിൽവേ സ്റ്റേഷനിൽ വന്നാ മതി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ ദിവ്യക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാ ഇറങ്ങുന്നേ. 3 മണിക്കാണ് ട്രെയിൻ. അറിയാം, ഞാൻ എത്തിക്കോളാം. നല്ല ദൂരമുണ്ട്, നീ പെട്ടെന്ന് ഇറങ്ങിക്കോണം. പിന്നെ നീ ഡ്രസ്സൊന്നും എടുക്കണ്ട, എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ശരി, ഞാൻ ഇറങ്ങുവാ. ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ ചുട്ടിപ്പാറ വഴി പോയാ മതിയേ. ചുട്ടിപ്പാറ വഴി പോകുന്ന എളുപ്പമൊക്കെയാ, റോഡ് മോശമാ, എക്സ്ട്രാ ചാർജ് തരേണ്ടി വരും. തരാം, പെട്ടെന്ന് പോയാ മതി. ഓ, എന്താ, എന്തുപറ്റി? അറിയത്തില്ല, നോക്കട്ടെ. ചേട്ടാ, ഇനി സമയം എടുക്കോ? എന്തു പറ്റിയാന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതുവഴി വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാൻ ആ കാറുകാരനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഒരുപക്ഷെ അയാൾ അതുവഴിയാണെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് ഇറക്കിയേക്കും. അയ്യോ, അത് ഇനി തിരിച്ചു പോകാൻ സമയമെടുക്കും. ഞാനൊന്ന് കൈ കാണിച്ചു നോക്കട്ടെ. എന്താ ഏട്ടാ? വണ്ടി കേടായി. നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വഴിയാണെങ്കിൽ ആ കുട്ടിയും കൂടെ ഒന്ന്. അതിനെന്താ ഏട്ടാ, വരാൻ പറ. വാ. എങ്ങോട്ടാ? റെയിൽവേ സ്റ്റേഷനിലേക്ക്. അത് മനസ്സിലായി, അവിടുന്ന് എങ്ങോട്ട് പോവാനാ? എന്താ ഒരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. രവി. ഹലോ ഹലോ, നീ എവിടാ? ഹലോ 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 രവി, ഹലോ കേക്കാമോ? ഹലോ ഹലോ ഹലോ. ഒളിച്ചോട്ടമാണോ? ഒരപരിചിതന്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്നതിന്റെ ടെൻഷനൊന്നും അല്ലിത്. അല്ല, സാധാരണ ഈ പെമ്പിള്ളേർ ഒളിച്ചോടുമ്പോൾ കയ്യിലൊരു ബാഗൊക്കെ കാണുന്നില്ലേ? ഇതിപ്പോൾ എന്ത് പറ്റി? ഞാൻ ഒളിച്ചോടോ? നിങ്ങളോട് ആരാ പറഞ്ഞേ?
താൻ ഞാനോ? തൻ്റെ മുഖം പറഞ്ഞു. പിന്നെ തൻ്റെ ഭയത്തോടുള്ള ഈ ചോദ്യം മതിയല്ലോ, ഉത്തരവായില്ലേ? എന്താന്നും മിണ്ടാത്തെ? ഇനി 7-8 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതുവരെ ഇങ്ങനെ അവാർഡോടം പോലെ ഇരിക്കാനാണെങ്കിൽ ഇറങ്ങിക്കോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി പറ. തനിക്ക് എന്നെ അറിയില്ല, എനിക്ക് തന്നെ അറിയില്ല, പിന്നെന്താ പ്രശ്നം? ഒരു അപരിചിതനോട് ഒരു പെൺകുട്ടിക്ക് സംസാരിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഈ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതോടെ നമ്മൾ രണ്ട് വഴിക്ക് പോയില്ലേ? പിന്നെന്താ പറ, എന്താ തൻ്റെ ടെൻഷൻ? നിങ്ങൾ ഉദ്ദേശിച്ച തന്നെയാ എൻ്റെ ടെൻഷൻ. ആരാ കക്ഷി? ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാ. പിന്നെ ഒളിച്ചോട്ടത്തിൻ്റെ കാര്യം എന്താ? വീട്ടിലറിഞ്ഞോ? അറിഞ്ഞു, സമ്മതിച്ചില്ല. വേറെ കല്യാണം ആലോചിച്ചു. തൻ്റെ കാമുകനെന്താ ജോലി? ജോലിയൊന്നും ആയിട്ടില്ല. ഒരു കണക്കിന് കല്യാണം ആലോചിച്ചപ്പോഴേ ചാടിയത് നന്നായി. ഇപ്പോഴത്തെ ചില പെൺപിള്ളേരുണ്ട്, കല്യാണത്തിൻ്റെ തലേന്ന് കല്യാണ ദിവസം രാത്രിയിലൊക്കെ ആയിരിക്കും ഒളിച്ചോടുന്നത്. അതിപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. നാളെയാണ് എൻ്റെ കല്യാണം. താനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം എന്താ നിങ്ങളുടെ പ്ലാൻ? രവിക്ക് പാലക്കാട് ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം അവിടെ രജിസ്റ്റർ മാരേജിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ജോലിയാവുന്നവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കാം. ആർക്ക് ജോലിയാവുന്നവരെ? തൻ്റെ രവിക്കോ? അതോ നിങ്ങൾ രണ്ടുപേരും ആ കൂട്ടുകാരനൊരു ജോലിയായിന്ന് തോന്നുന്നവരെയോ? തൻ്റെ കാമുകനുമൊത്ത് നാളെ മുതലുള്ള ജീവിതത്തെപ്പറ്റി തനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. നാളെ ഒരു ദിവസത്തെ തൻ്റെ വീട്ടിലെ അവസ്ഥയെപ്പറ്റി തനിക്ക് വല്ല കാഴ്ചപ്പാടുണ്ടോ? തൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി. ഇന്ന് വൈകുന്നേരം വരെ തന്നെ ആരും അന്വേഷിക്കാത്ത രീതിയിൽ പറഞ്ഞു വെച്ചിട്ടായിരിക്കുമല്ലോ താൻ അവിടെ നിന്ന് ഇറങ്ങിയത്. താൻ എത്തേണ്ടുന്ന സമയം കഴിയുമ്പോൾ നാട്ടുകാർക്കൊക്കെ കാര്യം ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ സിനിമയിലും പത്രത്തിലും ഒക്കെ കണ്ടിട്ടില്ലേ, കല്യാണ തലേന്ന് പെണ്ണ് ഒളിച്ചോടി, അപമാനം താങ്ങാൻ വയ്യാതെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചു, അമ്മ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. ഇവരെ ആരും ചിന്തിക്കണ്ട. നാളെ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണുമൊത്ത് ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും പാവം തൻ്റെ കല്യാണ ചെറുക്കൻ. തനിക്ക് അയാളോടെങ്കിലും ഇതെല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നു? ഒരുപക്ഷെ അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കല്യാണം വരെ എത്തില്ലായിരുന്നല്ലോ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അച്ഛനും അമ്മയും ഈ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. തന്നോട് അയാൾ സംസാരിച്ചിരുന്നോ, തൻ്റെ ചെറുക്കൻ? ഇല്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് കല്യാണം വരെ എത്തി? അയാൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം ആലോചിച്ചതും ഉറപ്പിച്ചതും ഒക്കെ അയാളുടെ പേരൻസും റിലേറ്റീവ്സും കൂടിയാ. എൻ്റെ ഫോട്ടോ അയാൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉറപ്പിച്ചു. തനിക്ക് എത്ര മണിക്കാണ് ട്രെയിൻ? 3 മണിക്ക്. ആ, സമയമുണ്ടല്ലോ. നമുക്കൊരോ സുലൈമാനെ കഴിച്ചാലോ? തന്നോട് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. ഞാനും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഒരുപാട് സ്നേഹിച്ച ഒരനിയത്തി ഉണ്ടായിരുന്നു എനിക്ക്. അവളുടെ സമ്മതം ചോദിച്ചു തന്നെ കല്യാണം ഉറപ്പിച്ച്. ഒരു അഫെയർ ഉണ്ടെന്നൊന്നും അവളതുവരെ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷെ കല്യാണത്തിൻ്റെ തലേന്ന് പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലൊക്കെ സംഭവിച്ചേ. എൻ്റെ അച്ഛൻ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. പാവത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നെഞ്ചു പൊട്ടിയാ മരിച്ചത്. വിവരം അറിഞ്ഞവള് വന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അവളെ കുറ്റപ്പെടുത്തി. എൻ്റെ അമ്മയ്ക്കും എനിക്കും അതിന് കഴിഞ്ഞില്ല. അവളെ വെറുക്കാനൊന്നും കഴിയേയില്ല. താൻ പോകുന്നോടെ തൻ്റെ അനിയത്തിയുടെ ഭാവി അതിൻ്റെ തീരുമാനത്തിലാവും. അപമാനം താങ്ങാൻ വയ്യാതെ എൻ്റെ അച്ഛനുണ്ടായ ദുരന്തം തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ സഹനത്തെക്കാളും സ്നേഹത്തെക്കാളും കൂടപ്പിറപ്പുകളുടെ മാനാഭിമാനത്തെക്കാളും താൻ സ്നേഹിക്കുന്ന പുരുഷനാണ് വലുതെങ്കിൽ ഗോ ഹെഡ്. പെൺമക്കളെ വളർത്തണ്ട, അല്ലെങ്കിൽ ഇനി ഒരു വിത്തും കൂടി ഉണ്ടല്ലോ. അതിനി എപ്പോഴാണോ വേര് ചെയ്യാത്തത്? പോയി ചത്തൂടായോ തനിക്ക്? വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. എനിക്കെന്റെ വീട്ടിൽ പോണം. എനിക്കെന്റെ അച്ഛനും അമ്മയും കാണണം. എക്സ്ട്രാ ചാർജ് തരണം കേട്ടോ, ഇതുവരെ കൊണ്ടുവിട്ടേന്. ഞാൻ പോട്ടെ. തൻ്റെ പേര് പറഞ്ഞില്ല. സീത. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ് സീത. താങ്ക് യു. ഇതാ എൻ്റെ കാർഡ്. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടി വിളിക്കണം. പോട്ടെ. കുറച്ചുകൂടെ മേലോട്ട് കയറ്റിക്കട്ടെ. ചരിച്ച്. നീ ഇതുവരെ എവിടെ പോയിക്കുമായിരുന്നു? വരുന്നവരെല്ലാം നീ എവിടെ ചോദിക്കുക. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. താനത് അവിടെ എന്തോ ചെയ്യുവാ? ഞാൻ അങ്ങോട്ട് വരാം, നിക്ക്. ആഹാ, കല്യാണപ്പെണ്ണ് വന്നല്ലോ. എല്ലാരും അകത്തുണ്ട്, ചെല്ല്. ഹലോ. ഹലോ, ഞാൻ സീതയാണ്. സീത പറയ്. ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചില്ല. നാളെയാണ്, വരണം. അയ്യോ സീത, എനിക്ക് നാളെ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. എന്ത് ചടങ്ങ്? അതൊരു വിവാഹ ചടങ്ങാ. മീനത്തേതിൽ പ്രഭാകരക്കുറുപ്പിന്റെ മകൾ സീതയും ഞാനും തമ്മിലുള്ള വിവാഹ ചടങ്ങ്. ഞാനൊരു ഫോട്ടോ അയച്ചിരുന്നു. അതിപ്പോ ഏത് ചവറ്റുകൊട്ടയിലാണെന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്ക്. ഹലോ. ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? നടന്നതെല്ലാം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. രവിയെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം.
ഞാൻ എന്നെ താനിപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാരണം ഞാനല്ല. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനും ചെയ്ത തെറ്റ് തിരിച്ചറിയാനും തനിക്ക് കഴിഞ്ഞത് പരിശുദ്ധവും സത്യസന്ധവുമായൊരു മനസ്സ് തനിക്കുള്ളതുകൊണ്ടാണ്. അത് ഞാൻ കാണാതെ പോയാൽ ശരിയാവില്ല. ഞാനൊരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനൊന്നും അല്ലടോ. വെക്കട്ടെ. സീ യു ടുമോറോ. ബൈ. ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഒന്നറിയാം, നൊന്തു പ്രസവിച്ച മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന ഏത് ശരികളും എനിക്ക് തെറ്റുകളാണ്. അവരെ സന്തോഷിപ്പിക്കുന്ന ഏത് തെറ്റുകളും എനിക്ക് ശരികളാണ്. ശരികൾ മാത്രം.